രാവിലെ 5 മണിക്ക് ദുബൈയിലെ അവസ്ഥയാണിത്. നല്ല വെയിലാണ്. കണ്ടാൽ നട്ടുച്ച മാതിരിയുണ്ട്. അങ്ങനെ ഞാൻ പുറത്ത് നോക്കുമ്പോൾ എല്ലാവരും പെരുന്നാളിന് നിസ്കാരത്തിന് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് പെരുന്നാളാണ്. അങ്ങനെ ഞാനും വേഗം റെഡിയായി പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ആ കാണുന്നതാണ് പള്ളി. അങ്ങോട്ടേക്കാണ് എനിക്ക് പോകേണ്ടത്. അങ്ങനെ പള്ളിയിലെത്തുമ്പോഴത്തേക്ക് കുറച്ച് സമയം ലേറ്റായി പോയി. അങ്ങനെ പള്ളിൻ്റെ അകത്ത് നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല. അപ്പോൾ ലേഡീസിനും ഇവിടെ പെരുന്നാൾ നിസ്കാരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രത്യേകം സെപ്പറേറ്റാണ് നിസ്കാരം ഒക്കെ. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞത് എങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുത്തുബൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഹസ്ബൻഡ് മക്കളൊക്കെ അവിടെ തന്നെ വെയിറ്റാക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിപ്പം ഞങ്ങളെല്ലാവരും റൂമിലേക്ക് നടന്ന് പോവാണ്. അപ്പോൾ ഇതാ സൂര്യനൊക്കെ കണ്ടില്ല, ഉദിച്ച് വരുന്നേ ഉണ്ട്. പക്ഷേ ദുബായിലെ കാലാവസ്ഥ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് നല്ല വേഗം പെട്ടെന്ന് തന്നെ നേരം വെളുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാവിലെ തന്നെ നല്ല ചൂടാണ്. അങ്ങനെ റൂമിലെത്തി രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ച് ഇതിപ്പോൾ ഉച്ചയ്ക്ക് രാവിലെ ബീഫ് കറിയും നെയ്പ്പത്തലൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ച് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ പണിയൊക്കെ എളുപ്പമായില്ലേ. അങ്ങനെ ചിക്കൻ ഫ്രൈയും പിന്നെ കുറച്ച് സാലഡും പുഡിങ്ങും അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം എല്ലാവരും കൂടി കഴിച്ച് പിന്നെ ഡ്രസ്സൊക്കെ ആക്കി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്ത് പോകാമെന്ന്. പക്ഷേ ഉച്ച ആയതുകൊണ്ട് നല്ല വെയിലല്ലേ. അങ്ങനെ പിന്നെ വൈകുന്നേരം മെല്ലെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി. അങ്ങനെ നേരെ നൈഫ്സൂക്കിലേക്കാണ് ആദ്യം ഞാൻ പോയത്. അപ്പോൾ അവിടെ എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു പോകേണ്ടത്. അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ ആ പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഈ കാണുന്നുള്ളത്. അങ്ങനെ പിന്നെ അവിടെ നമ്മൾ തിരിച്ച് നേരെ പിന്നെ പോയത് ദുബായിലെ റിവർലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അത് അവിടെ കുട്ടികൾക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ദുബായ് പാർക്ക് ആൻഡ് റിസോർട്ട് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞ് നമ്മളങ്ങോട്ട് പോയതാണ്. ഒരാൾക്ക് പെർ പേഴ്സൺ 30 ദിർഹംസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ നല്ല റഷ് ഉണ്ടായിരുന്നു. പെരുന്നാളായതുകൊണ്ടായിരിക്കും ഭയങ്കര തിരക്കും ആളൊക്കെ ആയിരുന്നാണ്. പക്ഷെ നമ്മളവിടെ കുറച്ച് എത്താൻ വൈകുന്നേരം ഇറങ്ങിയത് കൊണ്ട് കൂടുതൽ കാഴ്ചകൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ കുറേ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഫുള്ള് നടന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട്. പക്ഷെ നല്ല സ്ഥലമായിരുന്നു. ഒരു എന്താ പറയല്, യൂറോപ്യൻ ടച്ചുള്ള ആ രീതിയിലുള്ള ഒരു കാണാനും നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ ആ ഒരു രീതിയിലായിരുന്നു. ആ ഒരു മോഡലിൽ ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൽ വാട്ടർ തീം പാർക്കും പിന്നെ അങ്ങനെ റൈഡ്സ് കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ നടന്ന് ഇങ്ങനെ കാണാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് ദൂരം നമുക്കത് ഇത് നടക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഇങ്ങനെ കാണാനുള്ളത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റ്, കോഫി ഷോപ്പ്, കഫേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അധികം ആൾക്കാർ ഇവിടെ വരുന്നത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനാണ്. കാരണം അത്രയും നല്ല അടിപൊളി വ്യൂസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ നടക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് പിന്നെ അതും തന്നെ നല്ല ചൂടുമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഈ ചൂടത്തിങ്ങനെ നടന്നിത് കാണാമെന്ന് പറയുന്നത് കുട്ടികളെയും കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കാണെങ്കിലും ഭയങ്കര മടി നടക്കാനൊക്കെ. ഇങ്ങനെ കുറേ ദൂരം നടന്നിട്ടാകുമ്പോൾ അവർ ടയേർഡായി. പിന്നെ ഒരു 9 മണിയാകുമ്പോൾ ഫയർ വർക്കൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തായാലും പിന്നെ അകത്ത് കയറിയതല്ലേ, അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെ തിരിച്ച് വരാമെന്ന് വിചാരിച്ച് നമ്മൾ ആ സമയം വരെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നെല്ലാം കണ്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മളേക്ക് 9 മണിയായി. അങ്ങനെ ഫയർ വർക്കൊക്കെ തുടങ്ങി. നല്ല അടിപൊളി ഫയർ വർക്കാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫയർ വർക്ക്സൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ടപ്പുറത്താണ് ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് സമയം ഇങ്ങനെ നോക്കി നിന്ന്.
ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഇതാ ഇങ്ങനെയാണ് എല്ലാ വർഷം കഴിഞ്ഞ് പോകാറുള്ളത്. അപ്പോൾ ദുബായിലെ പെരുന്നാളൊക്കെ ഏകദേശം എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളും എൻ്റെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.